വേദപുസ്തകത്തിൽ പൗലോസ് പറയുന്ന ഒരു ഭാഗമുണ്ട്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ. ആ അറിവാണ്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നതിന് അറിയുന്നു. ഇന്ന് നിങ്ങൾ ആരാണ് നിങ്ങളുടെ രക്ഷകൻ, നിങ്ങൾ ആരുമായിട്ടാണ് ഡീൽ ചെയ്തിരിക്കുന്നത്, ആ ഒരു അറിവ് നിങ്ങളിൽ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആഴമേറിയൊരു ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ പറയും, ഞാൻ ആരെ വിശ്വസിച്ചറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ. ഏത് ദിവസം? ഒന്നുകിൽ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്ന നാൾ വരെ, അല്ലെ കർത്താവിൻ്റെ വരവ് വരെ. ഇങ്ങനെ നിങ്ങൾക്കൊന്ന് പറയാൻ കഴിയുമോ? ചില സാഹചര്യങ്ങൾ കടന്നു പോകുമ്പോൾ എനിക്കറിയാം ആ ദിവസം വരെ സൂക്ഷിപ്പാൻ. എന്തെല്ലാം പ്രശ്നങ്ങൾ വരാം, നിരാശയുടെ അനുഭവങ്ങൾ വരാം, തകർച്ചയുടെ അനുഭവങ്ങൾ വരാം, ഭാരപ്പെടുന്ന അനുഭവങ്ങൾ വരാം, കണ്ണുനീരിൻ്റെ അനുഭവം വരാം, തള്ളപ്പെടുന്ന അനുഭവം വരാം. അതിൻ്റെ നടുവിൽ യെസ്, ഞാൻ ആരെ വിശ്വസിക്കുന്ന അറിയുന്നു. ആ അറിവാണ്. ആ ശിഷ്യന്മാർ പറഞ്ഞൊരു വാക്കുണ്ട്, അതാ നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും, നിത്യജീവന്റെ മൊഴികൾ നിന്നിലുണ്ട്. അത് വെളിപ്പാടായിരുന്നു. പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അത് വെളിപ്പാടായിരുന്നു. ആ വെളിപ്പാടിൽ സംസാരിച്ചു, അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതം ഒന്നിനും നിങ്ങളെ തകർക്കാൻ കഴിയില്ല.